ഈ പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് പറയുമ്പോൾ സങ്കീർണമായ രാഷ്ട്രീയ പ്രക്രിയയിൽ കൂടി ആ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതായി, CPM എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതായി, ഫോർവേഡ് ബ്ലോക്ക്, CPI, RSP പോലെയുള്ള പാർട്ടികൾ ഇല്ലാതെയായി. അങ്ങനെ നിരവധി ഇടതുപക്ഷ മുന്നണി ഘടകകക്ഷികളും നേതൃകക്ഷികളും അപ്രത്യക്ഷമായ ഒരു അന്തരീക്ഷത്തിൽ, ആ ഒരു വാക്വത്തിലേക്കും ശൂന്യതയിലേക്കുമാണ് തൃണമൂൽ കോൺഗ്രസ് കടന്നു വരുന്നത്. എന്നാൽ തൃണമൂലിന്റെ മറുവശത്ത് BJP അതിശക്തമായി മുന്നോട്ട് വന്നു. 77 അസംബ്ലി സീറ്റുകളും 18 പാർലമെന്റ് സീറ്റുകളും പശ്ചിമ ബംഗാളിൽ നേടുകയുണ്ടായി. എന്നാൽ ഈ ഇലക്ഷൻ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് പശ്ചിമ ബംഗാളിലെ ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയും മുന്നണിയുമൊക്കെ BJP ആയിരിക്കും, NDA ആയിരിക്കും. അതായത് അമിത്ഷാ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. മുസ്ലിം മൈനോറിറ്റി